ഒരു നോർത്ത് കൊറിയൻ ചാരൻ സൗത്ത് കൊറിയൻ സൈനിക ക്യാമ്പിൽ രഹസ്യമായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരു സാധാരണ ഉച്ചഭക്ഷണത്തിനിടെ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതിനാൽ അയാൾ അധികം കഴിക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച സ്ക്വാഡ് ലീഡർക്ക് സംശയം തോന്നുകയും അയാൾ എവിടെ നിന്നാണെന്ന് ഉടനെ ചോദിക്കുകയും ചെയ്തു. തന്റെ നോർത്ത് കൊറിയൻ ശൈലിയിലുള്ള സംസാരം തിരിച്ചറിയപ്പെടുമെന്ന് പേടിച്ച് ചാരൻ ഒന്ന് മടിച്ചു. അയാൾക്കറിയാവുന്ന ഒരേയൊരു വിദേശ സ്ഥലമായ ഹാംബർഗ് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. നോർത്ത് കൊറിയയിൽ വെച്ച് കണ്ട ഒരു ജർമ്മൻ സിനിമയിൽ നിന്നാണ് അയാൾക്ക് ആ പേര് കിട്ടിയത്. നീ ഉദ്ദേശിച്ചത് ജർമ്മനിയിലെ ഹാംബർഗ് ആണോ എന്ന് സ്ക്വാഡ് ലീഡർ ചോദിച്ചു. ചാരന് സമ്മതം മൂളുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. ജർമ്മനിയിൽ ജനിച്ച ഒരു കൊറിയക്കാരൻ സ്വന്തം രാജ്യത്തെ സേവിക്കാൻ സന്നദ്ധനായി തിരിച്ചെത്തിയതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തുടർന്ന് ജർമ്മൻ ഭാഷയിൽ കുറച്ചു വാക്കുകൾ സംസാരിക്കാൻ സ്ക്വാഡ് ലീഡർ അയാളോട് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് താൻ കണ്ട ജർമ്മൻ സിനിമയിലെ ഒരു വരി അയാളുടെ ഓർമ്മയിൽ വന്നു. അയാൾ ആ വരി പതുക്കെ പറഞ്ഞു. ആർക്കെങ്കിലും സംശയം തോന്നുന്നതിന് മുൻപ് തന്നെ മറ്റൊരു സൈനികൻ ഇടയ്ക്ക് കയറി അത് തർജ്ജിമ ചെയ്യാമെന്ന് ഏറ്റു. യഥാർത്ഥത്തിൽ ആ സൈനികനും ജർമ്മൻ ഭാഷ അറിയില്ലായിരുന്നു. ആ നിമിഷം മുതൽ ചാരൻ എന്തു പറഞ്ഞാലും തർജ്ജിമക്കാരൻ അത് കൊറിയയോടുള്ള അയാളുടെ അഗാധമായ സ്നേഹത്തെക്കുറിച്ചുള്ള വൈകാരികമായ വാക്കുകളാക്കി മാറ്റി. ഇത് കേട്ട് എല്ലാ സൈനികരും വളരെയധികം വികാരാധീനരായി. ചിലർ കരയുക പോലും ചെയ്തു. അങ്ങനെ ആ ചാരൻ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.